ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് ട്രാൻസ്ഫോർമേഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ ഒരു മാറ്റം വരാൻ പോകുന്നുണ്ട്. കണ്ടില്ലേ, ഇവിടെ നിങ്ങൾ വളരെയധികം ആഗ്രഹത്തോടു കൂടി, വളരെ വലിയ പ്രതീക്ഷകളോടും കൂടി നിങ്ങൾ കെട്ടിപ്പൊക്കിയതാണത്. പക്ഷെ അതിൻ്റെ മുകൾ ഭാഗമാണ് നാശമായിരിക്കും. പക്ഷെ അതിൻ്റെ ചുവട് ഭാഗം കണ്ടില്ലേ, അതിന് അടിത്തറ ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെയും നിങ്ങൾക്ക് കുറച്ചൊന്ന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നു. ഇവിടുത്തെ ഈ ഒരു സംഭവം പറയുന്നത് മുകൾ ഭാഗം മാത്രമേ നശിച്ചു പോയിട്ടുള്ളൂ. അതായത് ആഗ്രഹങ്ങൾക്ക് കുറച്ച് ഭംഗം വന്നിരിക്കുന്നു, കുറേയൊക്കെ വ്യത്യാസം വന്നിരിക്കുന്നു, കുറച്ച് നല്ലതുപോലെ ആഗ്രഹങ്ങൾ നശിച്ചു പോയിരിക്കുന്നു, പ്രതീക്ഷകൾ നശിച്ചു പോയിരിക്കുന്നു. അത് മുന്നോട്ട് വരാൻ പറ്റാത്ത ഒരു വിധത്തിൽ ഉള്ള ചില പ്രതിസന്ധികൾ നിങ്ങളെ പിടികൂടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയും. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയുള്ള ഒരു തകർച്ച നിങ്ങൾക്ക് സംഭവിക്കില്ല. മറ്റുള്ളവർ പറഞ്ഞേക്കും നിങ്ങൾക്ക് ഇനി മേലിൽ അവർക്ക് നല്ലത് വരില്ല, അവരിനി ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ കളിയാക്കുന്നവരുണ്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ കേൾക്കാതെ പരിഹസിക്കുന്നവരും ഉണ്ടാവും. മനസ്സിലായോ? ഇനി എങ്ങനെ ജീവിക്കും എന്നൊന്ന് കാണട്ടെ എന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാർ നിങ്ങൾക്ക് ചുറ്റിനും ഉണ്ടായിരിക്കും. പക്ഷെ അതിനെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങളൊരു മാറ്റത്തിലേക്ക് വരുന്നുണ്ട്. കണ്ടില്ലേ, ഇവിടെ ഒരു മാറ്റത്തിന്റെ പാതയിലേക്കാണ് നിങ്ങൾ വരാൻ പോകുന്നത് എന്നാണ് കാണുന്നത്. ഇവിടെ കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഒരു മാറ്റം വരാൻ ഇവിടെ നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഇവിടെ ബേസ് എന്ന് പറയുന്നത് കണ്ടില്ലേ, ഇവിടെ നശിച്ചിട്ടില്ല, അതേപോലെ തന്നെ ഉണ്ട്. മുകൾ ഭാഗം മാത്രമാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള വകയുണ്ട്. നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് നല്ല വഴിയിലേക്ക് വരാൻ പറ്റും. ഭാഗ്യത്തിൻ്റെതായ ഒരു സമയത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കും. കുറച്ച് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളുടെ സമയം മോശമായിരുന്നു. നിങ്ങളുടെ കർമ്മ ചിലപ്പോൾ അനുഭവിക്കേണ്ട സമയമായിരിക്കാം. അല്ല, നിങ്ങളുടെ കർമ്മ തീരാറാവുമ്പോൾ തീർച്ചയായിട്ടും ഇതൊരു നല്ല ഒരു വഴിയിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കും. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് തിരിച്ചറിയാനുള്ള ഒരു കഴിവുണ്ടാകും. അപ്പോഴാണ് നിങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിലേക്ക് നിങ്ങൾ കടക്കാൻ തുടങ്ങുന്നു. ജീവിതത്തിന്റെ തന്നെ നല്ലൊരു മാറ്റത്തിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ പ്രതീക്ഷിച്ചതിലും അപ്പുറത്തായിട്ടൊരു മാറ്റം നിങ്ങളെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത്. ഇവിടെ 10 ഓഫ് ഫയർ ആണ്. 10 ഓഫ് സോഡിന്റെ എനർജിയാണ്. സോഡല്ല, ഇത് വാൺസിന്റെ എനർജിയാണ്. 10 ഓഫ് വാൺസിന്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. 10 ഓഫ് വാൺസിന്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഫയറാണ്, കണ്ടില്ലേ, 10 ഓഫ് ഫയർ ആണ് വന്നിരിക്കുന്നത്. അതായത് വാൺസ് എന്ന് പറയുമ്പോൾ വാൺസ് ഓഫ് ഫയർ സൈൻ ആണ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. അപ്പോൾ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ ബാലൻസ് ചെയ്ത് പോകാൻ ഒരു തരത്തിലും പറ്റാത്ത ഒരവസ്ഥയിലാണ് നിങ്ങളെന്ന് കാണുന്നത്. ജീവിതം തന്നെ ഇംബാലൻസ്ഡ് ആണ്. മനസ്സിലായോ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്പോൺസിബിലിറ്റീസ് ഒരുപാട് വീട്ടുജോലികൾ, ഓഫീസ് ജോലികൾ, കുട്ടികളുടെ കാര്യങ്ങൾ, ഇതെല്ലാം നാട്ടിലെ കാര്യങ്ങൾ എല്ലാം കൂടി നിങ്ങൾ ഏറ്റെടുത്ത് ഭംഗിയായിട്ട് നടത്തി കൊണ്ടുപോകേണ്ട ഒരു ഉത്തരവാദിത്ത ബോധം നിങ്ങളുടെ തലയിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒന്ന് മാറി ഇങ്ങനെ ചുമതലകൾ വന്നിരുന്നു. അതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഈ ഒരു സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ഓവറായിട്ട് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്, നിങ്ങളെന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ടൊരു മാറ്റം വരും. ഈ ഒരു ജീവിതത്തിൽ നിന്നും നിങ്ങൾക്കൊരു തുടക്കം വരുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. എത്രമാത്രം വലിയ പരാജയത്തിൽ നിങ്ങൾ ഇരിക്കുന്നു, എത്രമാത്രം വലിയ ദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ടോ, അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ചേഞ്ച് വരാൻ സമയമുണ്ട്. ചേഞ്ച് വരും, വരാതിരിക്കില്ല എന്നുള്ളതാണ്. ഇവിടെ വന്നിരിക്കുന്നത് കിങ് ഓഫ് ഫയർ ആണ്, കണ്ടില്ലേ? കിങ് ഓഫ് വാൺസിന്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. കിങ് ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ എന്താണ്? ജീവിതത്തിൽ ഇവിടെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു കിരീടം വയ്ക്കാൻ കഴിയുന്നത്. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യാതെ ജോലിയിൽ ഉയർന്ന ഒരു പദവിയിലേക്ക് വരാൻ കഴിയില്ല, സമൂഹത്തിൽ ഉയർന്ന ഒരു സ്ഥാനത്തേക്ക് വരാൻ കഴിയില്ല, വെറുതെ ഒരാളിന് വരാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നല്ലതുപോലെ എഫേർട്ട് എടുക്കണം, നല്ലതുപോലെ വിദ്യാഭ്യാസം ചെയ്തിരിക്കണം, അതുപോലെ തന്നെ പോസിറ്റീവായ എനർജി ഉണ്ടായിരിക്കണം, സ്പിരിച്വൽ പാത്തിലൂടെ വന്നിരിക്കണം, അല്ല എങ്കിൽ നല്ല ദൈവികമായ എനർജിയും അതുപോലെ ബ്ലെസ്സിങ്സും ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ഒരു വ്യക്തിക്ക് സമൂഹത്തിൽ തിളങ്ങി നിൽക്കാൻ പറ്റുകയുള്ളൂ. ഇവിടെ കണ്ടില്ല, വളരെയധികം ഇൻസ്പയർഡ് ആണ് ഇയാളെന്നാണ് കാണുന്നത്. മറ്റുള്ളവരിൽ നിന്നുള്ള പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മുന്നോട്ട് വന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് കാണുന്നുണ്ട്. ഇവിടെ ഇയാളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഇവിടെ പൂവണിയുന്നുണ്ട്, കണ്ടില്ലേ? ആഗ്രഹങ്ങൾ സഫലമാകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. മറ്റുള്ളവർ നിങ്ങളോട് അടുത്തുകൂടുകയും ചെയ്യും. ഇത്തരത്തിലുള്ള ഒരു പദവിയിലേക്ക് നിങ്ങൾ പോകുമ്പോൾ ഒരുപാട് പേർ നിങ്ങളോട് അടുത്തുകൂടുകയും ചെയ്യും. നിങ്ങൾക്ക് വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകാനും സാധിക്കും. കോൺഫിഡൻ്റ് എന്ന് പറയുന്നത് വെറുതെ കിട്ടുന്ന ഒരു കാര്യമല്ലല്ലോ, ആണോ? അല്ലല്ല, അത് വളരെയധികം എഫേർട്ട് എടുത്തിട്ട് നിങ്ങൾക്കൊരു ജോലിയിലൊക്കെ സ്ഥിരമായിട്ട് നിൽക്കാൻ കഴിയുമ്പോൾ മാത്രമാണ്. അതുപോലെ തന്നെ സാമ്പത്തികപരമായ ഒരു കാര്യം നിങ്ങൾക്കത് മുന്നോട്ട് ആഗ്രഹിച്ചതുപോലെ സാധിച്ചാൽ മാത്രമാണ് നിങ്ങൾ ഒന്ന് കോൺഫിഡൻ്റ് ആവുന്നത്, അല്ലേ? അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. വന്നിരിക്കുന്നത് 2 ഓഫ് എർത്തിന്റെ എനർജിയാണ്. 5 ഓഫ് വാട്ടറും വന്നിട്ടുണ്ട്. 2 ഓഫ് എർത്ത് എന്ന് പറയുന്നതിന് എന്താണ്? 2 ഓഫ് പെന്റക്കിൾസിന്റെ എനർജി. ഇവിടെ ബാലൻസ് കണ്ടെത്താൻ ബുദ്ധിമുട്ടുകയാണ്, കണ്ടില്ലേ? എങ്ങനെയായാലും ശരിയായ രീതിയിൽ നടക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? സാമ്പത്തിക അത്യാവശ്യത്തിനില്ല, ചെലവഴിക്കാൻ സാമ്പത്തികമില്ല. എങ്ങനെയാണ് പിന്നെ ബാലൻസ് ചെയ്ത് പോകാൻ സാധിക്കുന്നത്? അപ്പോൾ അതിൽ വളരെയധികം വിഷമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ ഒരു മാറ്റം വരും, തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കുന്ന പോലെ മാറ്റങ്ങളാണ് ഇവിടെ വരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട്. ബാലൻസ് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് വരാനും സാധിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് വരിക, അങ്ങനെയാണ് വേണ്ടത്. ഇതിനെ വളരെയധികം വലിയ ഒരു ബുദ്ധിമുട്ടാണെന്ന് കരുതിക്കൊണ്ട് വിഷമിച്ച് ഇരിക്കുകയല്ല വേണ്ടത്. ഇതിനെ ഒരു കളിതമാശയായിട്ട് കണ്ടുകൊണ്ട് അതിന് അത്രമാത്രം ലാഘവം കൊടുക്കുക. ഒത്തിരി വലിയ ഒരു ഗുരുതരമായ പ്രശ്നമാണെന്ന് കണ്ട് അതിലേക്ക് ലയിച്ചിരിക്കാൻ പാടില്ല, മനസ്സിലായോ? അതിനെ കുറച്ചൊക്കെ അതിൻ്റെതായ ആ ഓവറായിട്ട് സ്ട്രെസ് ചെയ്യുന്ന ആ ഒരു എനർജിയെ കുറച്ചൊക്കെ അങ്ങ് വിട്ടുകളയുക. എന്നിട്ട് അതിനെ വളരെയധികം ലഘുവായിട്ട് കണ്ട് എനിക്കിത് സാധിക്കും, എന്നെ കൊണ്ട് ഇത് പറ്റും, ഞാൻ വിചാരിച്ചാൽ സാധിക്കാത്തതായിട്ട് ഒരു കാര്യവുമില്ല എന്നൊക്കെ കരുതിക്കൊണ്ട് മുന്നോട്ട് നേടാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം കൂടെ ആകുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ ഇവിടെ സാധ്യമാകും. നിങ്ങളിലേക്ക് ബ്ലെസ്സിങ്സ് ധാരാളമായി വരുന്നു എന്ന് കാണുന്നുണ്ട്. ആയിട്ട് വന്നിരിക്കുന്ന 5 ഓഫ് വാട്ടറിന്റെ എനർജിയാണ്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ എന്തൊക്കെയോ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം തകർന്ന് തരിപ്പണമായി. പക്ഷെ ഇവിടെ കുറച്ചിരിപ്പുണ്ട്. അത് കാരണം നിങ്ങൾക്ക് ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നു, ഡിസപ്പോയിൻമെന്റ് ആണ്, നിരാശ അനുഭവിക്കുന്ന ഒരു സമയം. നിങ്ങളോട് ആർക്കും സ്നേഹമില്ല എന്നുള്ള ഒരു തോന്നലാണ്. പക്ഷെ നിങ്ങളോട് ആർക്കും സ്നേഹമില്ലാതെ ഇല്ല. കാരണം കണ്ടില്ലേ, ഇവിടെ ഏഞ്ചലിന്റെ ബ്ലെസ്സിങ്സ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളോട് ആർക്കും സ്നേഹമില്ലാത്ത ഒരവസ്ഥയുമല്ല. കാരണം നിങ്ങൾക്ക് ബ്ലെസ്സിങ് തരാൻ, അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം തന്നെയും നിങ്ങളുടെ ആൻസസ്റ്റേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് ഏഞ്ചൽസും ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടിയതൊക്കെ ഇവിടെ കണ്ടില്ല, ഇവിടെ 2 കപ്പ് ഇവിടെ ഇരിപ്പുണ്ട്, 3 മറിഞ്ഞു വീണിരിക്കുന്നു. അപ്പോൾ പോയതിനെ ഓർത്താണ് ഇവിടെ സങ്കടം. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പോയതോ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് സങ്കടപ്പെടാൻ പാടില്ല. കയ്യിലുള്ളത് എന്തൊക്കെ ദൈവം അനുഗ്രഹം തന്നിട്ടുണ്ടോ അതിലേക്ക് മാത്രം ശ്രദ്ധിച്ചിട്ട് അതിനെ മാത്രം ചിന്തിച്ചുകൊണ്ട് ദൈവത്തിന് എല്ലായ്പ്പോഴും നന്ദി പറയുകയാണ് വേണ്ടത്. എനിക്കിതൊക്കെ തന്നല്ലോ ദൈവമേ, അവിടേക്ക് കോടി കോടി നന്ദി.
മനസ്സിലായോ? താങ്ക് യു, താങ്ക് യു, താങ്ക് യു എന്ന് വീണ്ടും വീണ്ടും പറയുന്നതിലൂടെ നിങ്ങളുടെ ഹൃദയം ആർദ്രമാകാൻ തുടങ്ങും. നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ ഒരു 11 തവണ താങ്ക് യു യൂണിവേഴ്സ് പറയുക, ഉച്ചയ്ക്ക് ഒരു 11 തവണ പറയുക, വൈകിട്ടും അതുപോലെ തന്നെ ഉറങ്ങുന്നതിന് മുൻപായിട്ടും പറഞ്ഞു നോക്കിക്കേ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെ നല്ല ഒരു സമാധാനം ലഭിക്കും. നിങ്ങൾക്കൊരു നല്ല വഴിയിലേക്ക് വരാൻ സാധിക്കും. മനസ്സിലായി? നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷത്തിലേക്ക് വരാൻ സാധിക്കും. അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കുക നിങ്ങൾ ഇനിയെങ്കിലും. അപ്പോൾ ഇവിടെ അതാണ് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ദൈവത്തോട് മാപ്പപേക്ഷ നടത്തണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ദൈവം തരുന്നതാണ്, അല്ല, യൂണിവേഴ്സ് തരുന്ന ഗിഫ്റ്റുകളാണ് ഇതെല്ലാം. ഈ സ്നേഹമായാലും അതുപോലെ തന്നെ സാമ്പത്തികമായാലും എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇതൊക്കെ തന്നതിന് അപ്പോൾ അങ്ങനെ പറയാവുന്നതാണ്. ഇനി എന്താണ് വരാൻ പോകുന്നത് നമുക്ക് നോക്കാം. അടുത്തായിട്ട് വന്നിരിക്കുന്നത് എന്താണ്? വൈസ് കൗൺസിലറാണ്. ഇവിടെ ബിലോങ്ങിങ് ലേണിംഗ് ട്രഡീഷൻസ് ആണ്. അത് പരമ്പരാഗതമായ കാര്യങ്ങളിലേക്ക്, പരമ്പരാഗതമായ ചിട്ടവട്ടങ്ങളിലൂടെ മുന്നോട്ട് വരിക എന്നുള്ളതാണ്. അതായത് കൃത്യനിഷ്ഠയോടുകൂടി ജീവിതചര്യകൾ പാലിച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ സക്സസ് ഉണ്ടാവും എന്നാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും മറ്റു പലർക്കും നിങ്ങൾ ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി പ്രദാനം ചെയ്യാൻ നിങ്ങളെ കൊണ്ട് ഇവിടെ കഴിയുന്നു എന്നുള്ളതാണ്. പല കാര്യങ്ങളെക്കുറിച്ചും ഉള്ള അറിവുകൾ നേടാൻ നിങ്ങൾ ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെ ഒരുപാട് അറിവുകളുള്ള ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരി, ബോഡി എന്താണ്, ആത്മാവ് എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പലർക്കും ഇതൊന്നും അറിഞ്ഞുകൂടാതെ ജീവിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ പ്രപഞ്ചം എന്താണെന്ന് അറിഞ്ഞുകൂടാ, യൂണിവേഴ്സ് എന്താണ്, എന്തുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ യൂണിവേഴ്സിന് ഫോർഗിവ്നെസ് പറയേണ്ടത് എന്നൊന്നുമുള്ള കാര്യത്തെക്കുറിച്ച് യാതൊരു എത്തും പിടിയുമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. മനസ്സിലായി? ഇപ്പോൾ നമ്മൾ വീഡിയോ കാണുന്നവരിൽ തന്നെ ഒരുപാട് പേർക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞുണ്ട്. എന്നാൽ പലർക്കും നല്ല ബോധമുണ്ട് താനും. അറിഞ്ഞുകൊണ്ട് തന്നെ വീഡിയോ കാണുന്നവരുമുണ്ട്, അറിയാതെ ചില വീഡിയോ കാണുന്നവരുമുണ്ട്. അത് ചിലപ്പോൾ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ കൊണ്ടാണ് പലരും വീഡിയോ കാണാൻ തന്നെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കണമെന്നൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഡിവൈൻ മാസ്കുലൈൻ എനർജി എന്ന് പറയാം നമുക്ക്. ഡിവൈൻ മാസ്കുലൈൻ എനർജി, അതുപോലെ തന്നെ ഡിവൈൻ ഫെമിനിൻ എനർജി, ദൈവികമായ ഒരു എനർജിയാണ് നിങ്ങളിൽ ഉള്ളത് എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ദൈവികമായ എനർജി എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെയാണ് നിങ്ങൾക്ക് മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. മനസ്സിലായി? മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് നയിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? അവർക്കും അതൊരു സമാധാനം, സന്തോഷം, ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു വഴികാട്ടിയായി നിങ്ങൾ നിൽക്കുന്നു എന്നുള്ളതും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ അവേക്കണിംഗ് ആണ്. നിങ്ങളിലേക്ക് പല കാര്യങ്ങളും കണ്ടില്ലേ, ഇവിടെ പല കാര്യങ്ങൾക്കും എന്താണ്, തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല. വിചാരിക്കുന്ന കാര്യങ്ങളിലൊന്നും ഒരു നിശ്ചയമില്ലാത്ത രീതിയാണ്. മുന്നോട്ട് എങ്ങനെ പോകും അറിഞ്ഞുകൂടാ. പക്ഷെ ഒരു അവേക്കണിങ് വന്നു കഴിഞ്ഞാൽ എന്താണ്? തല കുത്തി നിൽക്കുന്ന ആള് തല നേരെ വെക്കാൻ തുടങ്ങും, അല്ലെ? തലയും കുത്തി നിൽക്കുന്നു. അത് എന്തുകൊണ്ടാണ് തല കുത്തി നിൽക്കുന്നത്? തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല. എന്താ ചെയ്യേണ്ട, ജീവിതത്തിൽ ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് അറിഞ്ഞുകൂടാത്ത ഒരു അവസ്ഥ, ആശയക്കുഴപ്പമാണ്. പക്ഷെ ഈ ആശയക്കുഴപ്പം എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് മാറിക്കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിലൂടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് ബുദ്ധിപൂർവ്വം ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുത്ത് മുന്നോട്ട് വരാൻ സാധിക്കും. തൽക്കാലത്തെ ഒരു അവസ്ഥ മാത്രമാണ് ഇതെന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? ജസ്റ്റിസ് ആണ്. ഇത് നിങ്ങളുടെ കർമ്മ അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾ നല്ലതാണ് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് നല്ല ഫലം കിട്ടും. നിങ്ങൾ മോശമായിട്ടാണ് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെതായ റിസൾട്ട് കിട്ടും. കാരണം കർമ്മയാണ്. നിങ്ങൾ നല്ല പ്രവർത്തികൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സന്തോഷത്തിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിൻ്റെതായ ഗുണം അനുഭവിക്കും, അതിൻ്റെതായ ഫലം നിങ്ങൾ അനുഭവിക്കും എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല പ്രവൃത്തിയിലൂടെ വന്നാൽ നിങ്ങൾക്കൊരു ജസ്റ്റിസ് ലഭിക്കും, ഒരു ന്യായം കിട്ടും. ജീവിതത്തിലൊരു ന്യായം കിട്ടുക എന്ന് പറയുന്നത്, ഒരു ജസ്റ്റിസ് ലഭിക്കുക എന്ന് പറയുന്നത് ദൈവികമായ അനുഗ്രഹത്തോടു കൂടി മാത്രമാണ് അത് ലഭിക്കുന്നത്.
മനസ്സിലായി. മോശപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് മറ്റുള്ളവരുടെ ഹൃദയത്തെ മുറിപ്പെടുത്തി മറ്റുള്ളവരെ കുറിച്ച് ഇല്ലാത്തതൊക്കെ പറഞ്ഞ് അവരെ ഒരുപാട് വിഷമിപ്പിച്ച് അവരോട് വഴക്കടിച്ച് ഒക്കെ കഴിയുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. ഹൃദയത്തിൽ എപ്പോഴും പരിശുദ്ധി നിറയ്ക്കുക, ആരോടും കുശുമ്പില്ല, അതുപോലെ തന്നെ ആരോടും അസൂയ വെച്ച് പുലർത്തുക, ഇത് പകയില്ല, ദേഷ്യമില്ല, അങ്ങനെയൊക്കെ ഉള്ള സ്വഭാവം ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഹൃദയം പരിശുദ്ധി നിറഞ്ഞതായിരിക്കും. അവിടെ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം കിട്ടും. നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള പേടിയുടെ ആവശ്യമില്ല. മനസ്സിലായോ? നിങ്ങൾ തെറ്റുകളൊന്നും ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? അപ്പോൾ അത്തരത്തിലുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കി വെക്കുകയാണ് ഏറ്റവും ആവശ്യം. അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് പോയാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കും എന്നുള്ളതാണ് കാണുന്നത്. സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇവിടെ 7 ഓഫ് വാട്ടർ ആണ് വന്നിരിക്കുന്നത്. കാരണം 7 ഓഫ് കപ്സ് എന്ന് പറയുന്ന എനർജിയാണ് ഇവിടെ. സെലക്ഷൻ കണ്ടില്ല, സെലക്ട് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ എന്താണെന്നുള്ള ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അപ്പോൾ ഈ ഒരുപാട് കാര്യങ്ങൾ സെലക്ട് ചെയ്യാൻ വരുന്നത് തന്നെ നിങ്ങൾക്കൊരു ദൈവാനുഗ്രഹം ഉണ്ട്. പക്ഷെ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അത് വേണോ ഇത് വേണോ എന്നുള്ള ഒരു സംശയം നിങ്ങളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിപൂർവ്വം ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെയും നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. അവിടെ നിങ്ങൾക്ക് ദൈവികമായ ശക്തി നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട്. മനസ്സിലായി? ഇത് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായാലും ഒരുപാട് സെലക്ഷനാണ്. കാരണം ഒരുപാട് പേരെ ഇഷ്ടപ്പെടുന്നുണ്ട്, ഒരുപാട് പേരുടെ എനർജി നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. മനസ്സിലായി? അതില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരാളിനെ മാത്രം മതി എന്ന് നിങ്ങളുടെ മനസ്സുകൊണ്ട് തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ കൊണ്ട് ജീവിക്കാൻ പറ്റും. അതല്ല, നിങ്ങൾ കുറെ കഴിയുമ്പോൾ അവരെ ചീറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോവുക, മറ്റു ചിലരെ സ്വീകരിക്കുക, അങ്ങനെയായാൽ തന്നെയും എന്താണ്, നിങ്ങൾ തന്നെ ദുഃഖം അനുഭവിക്കേണ്ട അവസ്ഥയിലേക്ക് നീങ്ങും. അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ളത് എന്താണ്, നിങ്ങൾക്ക് ആവശ്യമെന്ന് തോന്നുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്ന ഒരു കാര്യത്തെ സെലക്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ജോലിക്കാര്യമായാലും നിങ്ങൾക്ക് ഇപ്പോൾ വേണ്ടത് എന്താണോ അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിനെ വിശ്വസിക്കുക. അതിനെ വിശ്വസിച്ച് അതിലൂടെ മറ്റെന്താണോ പ്രയോജനം വരുന്നത് എന്ന് കരുതിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അപ്പോൾ അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയാൻ പറ്റുന്നത്. അതിലാരും വിഷമിക്കേണ്ട കാര്യമില്ല. അവസരമില്ല എന്ന് ഓർത്തിട്ട് ആരും വിഷമിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ 4 ഓഫ് എർത്ത് ആണ്, 4 ഓഫ് പെന്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ? ഇവിടെ നിങ്ങൾ വിട്ടുകളയാൻ പറ്റുന്നില്ല. ഇവിടെ ആകെപ്പാടെ നിങ്ങളുടെ കയ്യിൽ കുറച്ച് പെന്റക്കിളുണ്ട്, കുറച്ച് സാമ്പത്തികമുണ്ട്. അതിവിടെ നിങ്ങൾ കൺട്രോൾ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായാലും സ്നേഹത്തെ കൺട്രോൾ ചെയ്തിരിക്കുന്നു, വിട്ടുകളയുന്നില്ല. മനസ്സിലായോ? വിട്ടുകളയുക എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു കിളിയെ നമ്മളിപ്പോൾ അമക്കി അങ്ങ് പിടിച്ചിരിക്കുകയാണ്, ഇത് എൻ്റേതാണെന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ അങ്ങ് അത്രമാത്രം പൊസസീവ്നെസ് ആയി കഴിഞ്ഞാൽ അതെന്താണ്, അത് ചത്തുപോകത്തേ ഉള്ളൂ, ശ്വാസം കിട്ടാതെ ചത്തുപോകും. അതുപോലെയാണ് സ്നേഹബന്ധങ്ങളായാലും. അതുപോലെ സാമ്പത്തികത്തിന്റെ കാര്യത്തിലായാലും കുറച്ച് മാത്രമേ ഉള്ളൂ, അതിനെ ഇങ്ങനെ മുറുക്കി പിടിച്ചിരിക്കുകയാണ്. എന്നാലോ അത് ഏറി വരത്തില്ല, വർദ്ധിച്ചു വരത്തില്ല. മനസ്സിലായോ? ഇത് നമ്മൾ ഉദാരമായിട്ട് മറ്റുള്ളവർക്ക് കൂടെ കൊടുത്തിട്ട് നമുക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് മറ്റൊരു വഴിയിലൂടെ നിങ്ങളിലേക്ക് നിങ്ങളുടെ ആവശ്യത്തിനായിട്ട് സാമ്പത്തികം വന്നു ചേരും. ഇവിടെ അതുപോലെ തന്നെ 4 എനർജിയാണ്. കണ്ടില്ല? ഒരു സ്ഥിരത നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. ചിലപ്പോൾ ഇതൊരു സ്റ്റെബിലിറ്റി വരുന്നുണ്ട്. നിങ്ങൾ അതേ സമയത്ത് നിങ്ങൾ ഇത് കൊടുത്തിട്ട് കൂടുതലായിട്ട് മണി ഏൺ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് സ്റ്റെബിലിറ്റി വരും എന്നാണ് ഇവിടെ കാണുന്നത്. ഇതിനെ നിങ്ങൾ ചെലവാക്കാൻ പഠിക്കണം. അതുപോലെ മറ്റു പല കാര്യങ്ങളും, പഴയ ചില കാര്യങ്ങൾ നിങ്ങൾ ഹോൾഡ് ചെയ്തിട്ടുണ്ടാവും, അതിനെയൊക്കെ വിട്ടുകളയേണ്ടത് അത്യാവശ്യമാണ്. അതിനെ ഫ്രീ ആയിട്ട് വിടുക. അപ്പോഴാണ് നിങ്ങളിലേക്ക് മറുവഴിയിലൂടെ നിങ്ങൾക്ക് മറ്റു പല കാര്യങ്ങൾ വന്നു ചേരുന്നത്. അങ്ങനെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫോർച്യൂൺ കാർഡ്സ് ഒന്ന് നോക്കാവേ. ഇന്ന് എന്ത് ഭാഗ്യമാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഹാൻഡ് ഷേക്കാണ്. മീറ്റിംഗ് വിത്ത് എ സ്ട്രേഞ്ചർ കുഡ് ബി ഇമ്പോർട്ടൻ്റ്. കേട്ടോ, വളരെയധികം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിങ്ങിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരാളുമായിട്ട് നിങ്ങൾ
മീറ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾക്കൊരു മീറ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരാളിനെ പരിചയപ്പെടുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ആരോയാണ് യു ആർ ഓൺ ദ റൈറ്റ് പാത്ത്. നിങ്ങളിപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റൈറ്റ് പാത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് കാണുന്നുണ്ട്. അതുപോലെ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കിപ്പോൾ നേടിയെടുക്കാനും സാധിക്കും എന്നാണ് കാണുന്നത്. അപ്പോൾ ജീവിതത്തിന്റെ ശരിയായ ഒരു ദിശയിലേക്കാണ് നിങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. വെൻഷിംസ് ആണ് പീസ് ആൻഡ് ഹാർമണി. നിങ്ങളിലേക്ക് ഇന്നത്തെ ദിവസം വളരെയധികം സമാധാനവും സന്തോഷവും ഒക്കെ വരുന്ന എനർജിയാണ് വന്നിരിക്കുന്നത്. ക്രാക്കറ്റ് കപ്പാണ് ഡിസാറ്റിസ്ഫാക്ഷൻ വിത്ത് ലൈഫ്. ജീവിതത്തിൽ പലർക്കും ചിലർക്കൊക്കെ എന്താണ് ഇന്നത്തെ ദിവസം ഒരു നിരാശയ്ക്കുള്ള കാര്യം ഉണ്ട് എന്ന് കാണുന്നുണ്ട്. നമുക്കൊന്നുകൂടെ എടുക്കാവേ. പ്രോബ്ലംസ് ടു ബി റിസോൾവ്ഡ് എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ സോറോ ഓവർ എ ലോസ്. ചില കാര്യങ്ങളിൽ ഇവിടെ റീത്താണ് വന്നിരിക്കുന്നത്. ചില കാര്യങ്ങളിൽ നമ്മൾ ദുഃഖം ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ചില നഷ്ടങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ പ്രോബ്ലംസ്, നിങ്ങൾക്കുള്ള പ്രോബ്ലംസ് ഇവിടെ കുറച്ചൊന്ന് ഉണ്ടായിട്ടുണ്ടെന്ന് കാണുന്നുണ്ട്. ഇവിടെ ഹേസ്റ്റാക്കാണ് കർമ്മ. യു വിൽ റീപ്പ് വാട്ട് യു ഹാവ് സോൺ. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്താണോ വിതയ്ക്കുന്നത് അത് നിങ്ങൾക്ക് കൊയ്യാൻ സാധിക്കും. അപ്പോൾ കർമ്മ എന്ന് പറയുന്നത് സത്യമാണ് എന്നുള്ളതാണ്, കർമ്മ റിയലാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. എന്താണോ നിങ്ങൾ കൊടുക്കുന്നത്, മറ്റൊരാളിന് നിങ്ങൾ എന്ത് കൊടുത്തോ അത് മറ്റൊരു വഴിയിലൂടെ നിങ്ങൾക്കത് നല്ലതാണെങ്കിൽ നന്നായി വരും, മോശമാണെങ്കിൽ അത് മോശമായിട്ടും വരും. അങ്ങനെയാണ് ഇവിടെ പറയുന്നത്. ചിലർക്കൊക്കെ ഫിനാൻഷ്യൽ പിഞ്ച്, ചിലർക്ക് ഫിനാൻസ് പരമായ ചില കാര്യങ്ങളിൽ അല്പം ഒന്ന് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എനർജി. അപ്പോൾ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ, ഹൈപ്പ് ചെയ്യാനും ഉപേക്ഷ വിചാരിക്കല്ലേ. വീഡിയോ നിങ്ങൾ എത്രമാത്രം ലൈക്ക് ചെയ്യുന്നോ കമൻറ്റ് ഇടുന്നോ അത്രമാത്രം പോസിറ്റീവായിട്ടുള്ള എനർജി നിങ്ങളിലേക്ക് ടാപ്പാവും. മനസ്സിലായി? അത് നിങ്ങൾക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതിലേക്കും ബൈ.